ഹലോ, സുപ്രഭാതം. കൊന്നത്തടി പോലീസ് സ്റ്റേഷൻ. മേ ഐ സ്പീക്ക് ടു ദി സബ് ഇൻസ്പെക്ടർ? സോറി സാർ, എസ് ഐ സാറ് ഹീസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഒരു കേസന്വേഷണത്തിന് പുറത്തു പോയിരിക്കുക. സാറ് കാര്യം പറഞ്ഞോളൂ. ഞാൻ യു കെയിലായിരുന്നു. നൗ സെറ്റിൽഡ് ഇൻ യുവർ ടൗൺ. നൗ വി ആർ ഗോയിങ് ടു യു കെ ഓൺലി ഫോർ 2 weeks. ഞാനത് പോലീസിൽ ഇൻഫോം ചെയ്യുകയാണ്. അതെന്തിനാണ് സാർ ഈ പോലീസിനെ അറിയിക്കുന്നത്? ഓ, താൻ ശരിക്കും പോലീസ് തന്നെയാണോ? ഹൗ ക്യാൻ യു? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? വീട് പൂട്ടി യാത്ര പോകുമ്പോൾ അത് പോലീസിനെ ഇൻഫോം ചെയ്യണമെന്ന് തന്റെ DGP തന്നെയല്ലേ ജനങ്ങൾക്ക് സർക്കുലർ നൽകിയത്? ഇൻ എവറി കൺട്രി ദാറ്റ് ഈസ് റൂട്ടീൻ തിങ്. യു അണ്ടർസ്റ്റാൻഡ്? സാർ സോറി സാർ, ഞാനത് ഓർത്തില്ല. ഓക്കെ ഓക്കെ, ഞാൻ തന്നെ നേരിട്ട് സ്റ്റേഷനിൽ വന്ന് തന്റെ SIയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞോളാം. തന്നെ പോലുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യൂസ്ലെസ് ഫെലോസ്. യൂസ്ലെസ് വല്ലോ അവന്റെ തന്ത. സാർ ആരുടെ അപ്പനെയാ രാവിലെ തന്നെ വിളിക്കുന്നേ? ഒരു UK കാരൻ തെണ്ടി എന്നെ വിളിച്ചവൻ യൂസ്ലെസ് വല്ലോ എന്ന് പറയുക. പിന്നെ അവന്റെ അച്ഛനെ വിളിക്കണ്ടേ? അയ്യോ, അയാളത് ടേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ സാറേ? പോലീസ് വന്ന് ജനങ്ങളിൽ വീണാലും ജനങ്ങൾ വന്ന് പോലീസിൽ വീണാലും കേട് പോലീസിന് തന്നെയാണേ. ഏതായാലും ഭാഗ്യത്തിന് അയാൾ ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാ ഞാൻ തന്തയ്ക്ക് വിളിച്ച. അത് പറ. അത്രയ്ക്ക് ധൈര്യമേ സാറിനുള്ളൂ, അതെനിക്ക് ഉറപ്പാ. അല്ല സാറേ, അങ്ങനെ ഇപ്പൊ ഫോണിൽ വിളിച്ചു പറഞ്ഞത്? ഓ, ആ പൊട്ടൻ പറയുക അയാള് വീട് പൂട്ടി UK പോവുക, പോലീസ് വീട് നോക്കിക്കോണോന്ന്. ഇതേതോ സിനിമയിലുണ്ടല്ലോ, പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞ് നമ്പർ ചെയ്തെടുക്കുന്ന ലോക്കപ്പിലെ കള്ളൻ. ഞാനും കണ്ടതാ ദിലീപിന്റെ ഒരു സിനിമയില്. എന്തായാലും നമ്മളെ ലോക്കപ്പിൽ കള്ളന്മാരില്ലാത്തത് ഭാഗ്യം. എന്താണ് എല്ലാവർക്കും ഒരു സന്തോഷം? സാറേ, ഒരു UK കാരൻ വീട് പൂട്ടി പോകുമ്പോ പോലീസിനെ നോക്കാൻ ഏൽപ്പിച്ചതിന്റെ സന്തോഷത്തില് സാറേ. അയ്യോ, അതപ്പോ താക്കോലൊക്കെ തന്നോ? ഇല്ല, ആളിപ്പോ തന്നെ വരും താക്കോലുമായിട്ട്. സാറിനെ അന്വേഷിച്ചത്. വെറുതെ നമുക്ക് നോക്കാം. അവിടെ ഉണ്ടോ? സാറിനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. മാത്ത സാറല്ലേ? നമ്മുടെ അമേരിക്ക മാത്ത സാറ്. സോറി, നോട്ട് മാത്തൻ. ഐ ആം ചാത്തൻ. CHATHAN. K ചാത്തൻ ഫ്രം UK. അത് പറ സാറേ, ലിപ്പ് ഓഫ് ദ ടങ്ക്. നാക്ക് പിഴയാ സാറേ, പേര് മാറിപ്പോയി. KA ചാത്തൻ സാറ്. നാട്ടുകാരൊക്കെ UK ചാത്തൻ എന്ന് വിളിക്കുന്ന അല്ലേ? കൺട്രീസ് പോകാൻ പറ. ഒരുത്തരും എന്റെ മുമ്പിൽ വരത്തില്ല, 10 പൈസ സംഭാവന കൊടുക്കത്തില്ല. എല്ലാ കള്ളന്മാരാണെന്നേ. അതുകൊണ്ട് ആൾക്കാർ കുട്ടിച്ചാത്താന്ന് വിളിക്കൂ തെണ്ടിയെ. SI ഉണ്ടോ? ഉണ്ട് സാറേ. SI മാത്രമല്ല, CI ഉണ്ട്. എന്താ കാര്യം സാറേ? വേണമെങ്കിൽ CI സാറിനെ കാണാം. വേണ്ട, ഇത് സിമ്പിൾ കേസാ. ഒരു SI ഡീൽ ചെയ്യേണ്ട കേസേ ഉള്ളൂ. അല്ല, കേസ് എന്താണെന്ന് സാറ് പറഞ്ഞില്ല. ഇവിടുത്തെ കേസൊക്കെ താൻ അറിയണമെന്നുണ്ടോ? വേണ്ട സാറേ, ഞാൻ SIയുടെ റൂം കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. യുവർ നെയിം പ്ലീസ്? മൈ നെയിം ഈസ് ആലിക്കുട്ടി. ആളിക്കുട്ടി, നൈസ് നെയിം. ആളിക്കുട്ടി. ആളിക്കുട്ടി. ആലിക്കുട്ടി അല്ല സാറേ, ആലിക്കുട്ടി ഇല്ല, ലങ്കോട്ടിയുടെ അല്ല. ബട്ട് ഞാൻ ആളിക്കുട്ടിന്നേ വിളിക്കൂ. ആളിക്കുട്ടി. ഈ പേരിട്ട് എന്റെ ബാപ്പ എങ്ങാനും കേട്ടെങ്കിൽ അവനെ തല്ലിക്കൊല്ലും തെണ്ടി. ആലിക്കുട്ടി പോടാ പറ്റി. അയ്യോ, കൂടെ ചെല്ലാം. ഇന്ന് നിങ്ങൾ പായന്തലേണയും പൊയിഞ്ഞോളിയും കൊണ്ട അതിനുള്ള ഉറപ്പും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് തലസ്ഥാനത്തുനിന്ന്. എടോ സാഹിബേ, താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കി ഉണ്ടല്ലോ ട്രാൻസ്ഫർ, ഇതാ എനിക്ക്. മാത സാറ് അല്ല ചാത സാറ്. ഏത് കുട്ടിച്ചാത്തനായിരുന്നാലും എന്റെ റൂമിലേക്ക് കടന്നു വരുമ്പോ എന്നെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം കടന്നു വരാൻ. 5 വർഷത്തിനുള്ളിൽ വാ സാർ, നമുക്ക് പുറത്തു പോവാം. എവിടെയൊക്കെ? അല്ല, പിന്നെ നമുക്ക് പുറത്ത് പോയിട്ട് മേ കമീൻ സാറിന് ചോദിച്ചിട്ട് തിരിച്ചു പോവാം. അതൊന്നും വേണ്ട, താമെന്ന കാര്യം പറ. ഐ ആം ചാത്തൻ ഫ്രം UK. ഓ, നേരത്തെ സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചാളല്ലേ? വീടും പൊട്ടി 2 ആഴ്ചത്തേക്ക് വിദേശത്തേക്ക് പോന്നു, അതുകൊണ്ട് പോലീസ് വീടൊക്കെ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞ ആള്. സർ, യെസ്, യു റിമെമ്പർ മീ. താങ്ക് യു. യു ആർ വെൽക്കം.
അപ്പൊ അതാണ് കാര്യം. ഈ തെണ്ടി 2 ആഴ്ച വീട്ടിൽ കാണില്ല. ഇഷ്ടംപോലെ കാശ് കാണും. സാർ വീടിന്റെ മൊത്തം കീ ഡ്യൂപ്ലിക്കേറ്റും എന്റെ കയ്യിലുണ്ട്. പിന്നെ അവിടുത്തെ എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസിന്റെയും പൂർണ്ണമായ ലിസ്റ്റ്. ഏയ് അതൊന്നും വേണ്ട. വീടിന് ഞങ്ങളുടെ ശ്രദ്ധയിലായിരിക്കും. പിന്നെ ഈ പത്രവും മറ്റും ഒന്ന് ഒഴിവാക്കണം. കുറെ ദിവസമായിട്ട് എടുക്കാത്ത ന്യൂസ് പേപ്പർ കണ്ടാൽ ഈ കള്ളന്മാർക്ക് മോട്ടിവേഷൻ ഉണ്ടാവും. ഓക്കെ സാർ, ഐ വിൽ സ്റ്റോപ്പ് ദ ന്യൂസ് പേപ്പർ ടുഡേ. വെരി ഗുഡ്. അഡ്രസ് ഫുൾ അഡ്രസ് ഈ കാർഡിലുണ്ട്. 24 രാംനഗർ നിയർ ഫയർ സ്റ്റേഷൻ. ഓക്കെ, ധൈര്യമായിട്ട് പോയിക്കോളൂ. താങ്ക് യു സാർ. യു ആർ വെൽക്കം. സീ യു. ധൈര്യമായിട്ട് പോണം. ചാത്തൻ UK സാർ. സാറേ, ഈ UK എന്ന് പറയുമ്പോ ഉച്ചക്കടാന്നാണോ ഉദ്ദേശിച്ചത്? ഉച്ചക്കിടാന്നല്ല, പിന്നെ? UK എന്ന് പറയുമ്പോ ഉണ്ടക്കായ. ഒന്ന് പുറം. ഉണ്ടക്കായ. ചാത്തൻ ഉണ്ടക്കായ. ഉണ്ടക്കായ. ഇവരുടെ സർക്കാർ വക 2.5 വർഷം കൊണ്ട് 12 ട്രാൻസ്ഫർ. ഇനി എവിടേക്കാണ്? എവിടെ? ഈ രാജ്യം കത്തിച്ചാമ്പലായാലും എനിക്ക് പ്രശ്നമില്ല എന്ന മലയാളിയുടെ മനോഭാവം മാറണം, മാറണം, മാറണം. കൊള്ളാം. ഇതേ ഡയലോഗ് ജയം പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇയാളെന്തിനാ ഓടുന്നേ? അങ്ങേർക്ക് എന്തെങ്കിലും കാര്യം പറയാൻ കാണും. സിയുടെ വാലല്ലേ, എപ്പോഴും കൂടെ കാണുമല്ലോ. വെറും വാലല്ല, വാലുള്ള വാനരന. ഒരു രാജ്യം മുഴുവൻ കത്തിച്ചാമ്പലാകുമ്പോ എനിക്കിതൊന്നും പ്രശ്നമേ അല്ല എന്ന് വിചാരിക്കുന്ന മലയാളിയുടെ മനോഭാവം മാറണം. ഹലോ, ഹലോ. അയ്യോ, ചാർജ് തീർന്നു. സാറിന് ഒരു ഗോൾഡൻ ചാൻസ് ഒത്തു തന്നിരിക്കുകയാണ് സാർ. എന്തുവാടോ ഇത്? ഞാനൊരു ചാനലിന്റെ കോമഡി പ്രോഗ്രാമിന്റെ വീഡിയോ ഓഡിയോഷന് മിമിക്രി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ മൊബൈലിന്റെ ചാർജ് പോയത്. അയ്യോ, ഈ വയസ്സുകാലത്ത് സാറിന് വേറെ പണിയൊന്നും ഇല്ലേ? എന്റെ ഉള്ളിലെ കലാകാരനെ ഉണർത്തണ്ടേ ആലിക്കുട്ടി? എപ്പോഴും ഇങ്ങനെ കാക്കിയിട്ട് കൈക്കൂലി മേടിച്ചോണ്ട് നടന്നാ മതിയോ? ആട്ടെ, എന്താ താൻ കോളടിച്ചു എന്ന് പറഞ്ഞത്? സാറ് കലാകാരനെ ഉണർത്തിക്കൊണ്ട് ഇവിടെ ഇരുന്നോ? കോളം കൊണ്ട് ഞാൻ സിറൻ അങ്ങ് പോവും. അയ്യോ, താൻ കാര്യം പറയണ എന്താ പ്രശ്നം? പ്രശ്നമല്ല സാറേ, UK കാരന് ഒരു ചാത്തൻ, KA ചാത്തൻ, മില്യനേറാ. അങ്ങനെ ഒരു പൊട്ടനായതുകൊണ്ട് 2 ആഴ്ച വീടും പൂട്ടി പോകുന്ന കാര്യവും പറഞ്ഞ് SI വന്ന് കണ്ടു. അയ്യോ, ഇത്ര വലിയ മില്യനേറെ താനെന്താണോ എന്റെ റൂമിലേക്ക് കൊണ്ടുവരാത്തത്? അങ്ങേറ് വലിയ താല്പര്യമൊന്നുമില്ല സാറേ. സാറൊക്കെ വലിയ പദവിയിലിരിക്കുന്ന ആളായതുകൊണ്ട് ഇതുപോലുള്ള സില്ലി മാറ്റേഴ്സ് ഒക്കെ സാറിന്റെ അടുത്ത് എന്തിനാ പറയുന്നത്? അയ്യോ, നമുക്കെന്ത് പദവി? ആള് പോയോ? പോയി. UK-ലേക്കോ? ഏയ്, UK-ലേക്ക് നാളെ പോവുള്ളൂ. എങ്കിൽ നമുക്ക് വൈകുന്നേരം ആ വീടൊന്ന് കണ്ടു കളയാം. അതൊക്കെ വേണോ സാർ? വേണം. എടോ, എല്ലാവരെയും പോലെയല്ല CI ഷിജു വന്ന അയാൾ മനസ്സിലാക്കണം. ഓ, സാറാരാ മോൻ? സാറ് പിള്ളേരെ വിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പോകുന്ന സാധനങ്ങള് ഒന്ന് മുന്നേ കാണാൻ പോവുക അല്ലേ? ഓ, ചുമ്മാ കാണാനാടോ. താൻ അഡ്രസ് പറ. ഏത് ഡ്രസ്സിന്റെ കാര്യം സാറേ? യൂണിഫോം അല്ലാതെ വേറെ ഏത് ഡ്രസ്? ഡ്രസ്സിന്റെ കാര്യമല്ല, അഡ്രസ് പറയാനാ പറഞ്ഞത്. അഡ്രസ് 24 രാംനഗർ നിയർ ഫയർ സ്റ്റേഷൻ. ഓ, ഫയർ സ്റ്റേഷന് സമീപമുള്ള രാംനഗറിലെ 24-ാം നമ്പർ വീട്. അതെ. വെൽക്കം, വെൽക്കം സർ. ഐ ആം KA ചാത്തൻ ഫ്രം UK. ഐ ആം ഷിജു ഡാനിയൽ ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഐ ആം നേരത്തെ പരിചയപ്പെട്ട ആളാണ് സാർ. ഇല്ല, ആവശ്യത്തിന് ഇംഗ്ലീഷ് ഒന്നും പുറത്ത് വരത്തുമില്ല. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? അയ്യോ, ഒന്നും വേണ്ട സർ. ഞാൻ 2 വീക്സ് വീട് പൂട്ടി പോകുന്ന കാര്യം സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. അതിന് ഇത്രയും വലിയ സർക്കിൾ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരിക എന്ന് വെച്ചാൽ ഐ ആം ഓണേഡ്. അയ്യോ സാർ, അങ്ങനെയൊന്നും ധരിക്കണ്ട. ഈ CI ഷിജു വെറും സിമ്പിൾ മാനാണ്. ബട്ട് പവർഫുൾ, ഭയങ്കര പവർഫുള്ളാ. ആ, പിന്നെ ഈ വീട്ടിൽ എന്തൊക്കെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. സാറിന്റെ വാട്സപ്പിലെ ഇപ്പൊ തന്നെ ലിസ്റ്റ് സെൻഡ് ചെയ്തേക്കാം സാറേ. വിലപിടിപ്പുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ അത്രയും വലിയ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റൂ. എന്നാലും ഈ വീട്ടിലെ ഇളകുന്ന മുതലുകൾ ഏകദേശം എത്ര ലക്ഷം രൂപയ്ക്ക് വരും? ആഗ്രഹം കാണിക്കില്ല സാറേ.
അയ്യോ അതിപ്പോ രൂപ കണക്കിൽ പറഞ്ഞാൽ ഐ കാൺ കാൽക്കുലേറ്റ് സർ. പക്ഷേ ഡോളർ കണക്കിൽ ഏതാണ്ട് $1,00,000. എന്ന് വെച്ചാ 65 ലക്ഷം രൂപയുടെ ഇളകുന്ന മുതൽ ഇതിനകത്തുണ്ടെന്ന് അർത്ഥം. ഇതൊക്കെ കള്ളം കൊച്ചാപ്പി ഒറ്റയ്ക്ക് താങ്ങും. ഓ മമ്മൂഞ്ഞിനെ കൂടെ വിളിക്കാം. സാറേ പുഷ്കരനല്ലേ ഇത്? ഇവനെന്താണ് ഇവിടെ? സാറേ ഇങ്ങേര് വീട് പൂട്ടി പോണ കാര്യം പുഷ്കരൻ അറിഞ്ഞ മട്ട ആണോ? എങ്കിൽ കുഴപ്പമാണ്. പുഷ്കരന്റെ ആൾക്കാർ കള്ളന്മാര് ഇതെല്ലാം അടിച്ചു മാറ്റും. എങ്കിൽ സാറ് പുഷ്കരൻ ഇതിൽ നിന്ന് മാറ്റാൻ എന്തെങ്കിലും ചെയ്യണം സാറേ. നമുക്ക് നോക്കാം. താൻ വിളിക്കാവനെ. ആഹാ പുഷ്കര ഒന്ന് നിന്നേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഏതെങ്കിലും പ്രതി കിട്ടാതെ വരുമ്പോ കേസിൽ പ്രതിയാക്കാനല്ലേ? അതിന് പുഷ്കരന് സൗകര്യമില്ല. കണ്ടോ, അവൻ കേൾക്കാത്ത ഭാവത്തിൽ പോന്നാണ്. പുഷ്കര നിക്കുന്നേ നിനക്ക് നല്ലത്. CI സാറാ വിളിക്കുന്നേ. എന്റെ സാർ, ഞാൻ നല്ലൊരു കാര്യത്തിന് ഇങ്ങനെ പുറകെ വിളിക്കാതെ. എടാ നിക്കടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിക്കടാ അവിടെ. കേസിൽ കൊടുക്കുന്ന കാര്യമല്ലേ? തൽക്കാലം എനിക്ക് ആവശ്യമില്ല. ഒന്ന് പോ സാറേ. സാറേ ഇവ ഇവിടെ കയറി മോഷ്ടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. എങ്കിൽ പോയി പിടിയടാ അവനെ. ഇവിടെ കിടന്ന് ചവിട്ടി പിടിക്കാതെ അവനെ പോയി പിടിക്കാൻ. നിന്നെ അല്ല നിന്റെ അച്ഛനെ വരെ ഞാൻ പിടിക്കും. പിന്നെ അല്ല പിന്നെ നീ എന്തിനാണ് ഓടിയത്? ഞാൻ ഓടിയത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇവനെന്തോ തരികട ഒപ്പിച്ചിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അയ്യോ സാറേ, ഞാൻ ഒരു തരികട കാണിച്ചില്ല സാറേ. പിന്നെ നീ എന്തിനാണ് UK ചാത്തപ്പൻ സാറിന്റെ വീടിന്റെ പിന്നിൽ കൂടി പെട്രോളിംഗ് നടത്തുന്നത്? ചാത്തനോ? യാതൊരു കുട്ടി ചാത്തൻ? നീ ഒരുമാതിരി ഞങ്ങളെ കളിയാക്കൊന്നും വേണ്ട. തനിക്ക് ദേ ആ കാണുന്ന വീട് UK മലയാളി ചാത്തൻ സാറിന്റെ വീടാണെന്ന് അറിയത്തില്ലേ? എടാ അങ്ങേര് വീടും പൂട്ടി 2 ആഴ്ച UK പോകുന്നത് അറിഞ്ഞിട്ടാണല്ലോടാ നീ ഇവിടെ കിടന്ന് ഈ ചിത്തത്താര കളിക്കുന്നത്. അല്ലടാ. അയ്യോ സാറേ, ദൈവത്തിനാണ് എന്റെ പൊന്നു ഭാര്യയാണ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സാറേ. കള്ളം പറയാടാ. ഗുണ്ടാപ്പണി ഔട്ടായതിനു ശേഷം മോഷണമല്ലോടാ നിന്റെ പണി. ഒന്നും ഞങ്ങളുടെ അടുത്ത് മറക്കാൻ നിൽക്കണ്ട. സത്യം മണി മണി പോലെ പറയടാ. എനിക്കൊരു ചാത്തന്മാരെ അറിഞ്ഞൂടാ. അങ്ങേര് വീട് പൂട്ടി എങ്ങോട്ടാ പോകുന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ ഭാര്യക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയ പോക്ക. അയ്യോ, അപ്പൊ താൻ ഈ കാര്യമൊന്നും അറിയത്തില്ല? സാർ അറിയത്തില്ല. എങ്കിൽ താൻ വിട്ടു. അതെ, ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ ചാത്തൻ സാറ് ലണ്ടനിൽ പോണെന്ന്. അങ്ങനെ ഒന്നുമില്ല, എല്ലാം മാറ്റി കളഞ്ഞേരെ. അല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അമ്മ വിട്ടോ, അമ്മ വിട്ടു. നിനക്ക് ഈ മരുന്നിന് വേണ്ട കുറുപടി വേണ്ടേ? എന്ത് സാറേ? കുറുപ്പടി വേണ്ടേ? അവൻ കേട്ടത് തലക്കടി വേണ്ടെന്നാ. പാവം, ചുമ്മാ മരുന്ന് മേടിക്കാൻ വന്നവനെയൊക്കെയാണ് നമ്മൾ ഈ പിടിച്ച് കുടഞ്ഞത്. സാറേ ഇതാ പറയുന്നത്, ഒരുവനെ നനച്ചിരുന്ന വരുന്നതെല്ലാം അവനെന്ന് തോന്നിടും. എന്റെ കുഞ്ഞമ്മയുടെ മോൻ. അപ്പോ ഈ വീട്ടിലൊരു UK-കാരനുണ്ട്. പൂത്ത കാശുകാരൻ. ഇനി അങ്ങനെ കണ്ടിട്ട് തന്നെ കാര്യം. മരുന്നൊക്കെ പിന്നെ ശ്വാസം വിട്ടിട്ട് അവളങ്ങനെ ചത്തൊന്നും പോകത്തില്ല. മാർവലസ് പെയിന്റിംഗ്. I offer 1 lakh. But the artist does not agree. He is bargaining for 3 lakhs. I will call you. വീട് തന്നെ എൻ്റെ അമ്മോ. 2 കാറ്. ഇവനാള് ശരി പുള്ളിയല്ലല്ലോ. വി ആർ കൃഷ്ണ അയ്യർ. സോറി സാർ, വി ആർ പുഷ്കരൻ. പുഷ്കരൻ അത് ഞാനാണ് സാർ. പുഷ്കരൻ അല്ലല്ല, സോറി സാർ, ഐ ആം പുഷ്കരൻ. കോമഡിക്കാരനാണല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല സാറേ. പിന്നെ ഹൂ ആർ യു എന്നതിനെ താനെന്തിനാ VR കൃഷ്ണയ്യർ എന്ന് കൗണ്ടർ അടിച്ചത്? അത് വെറുതെ ചുമ്മാ സാറേ. എന്താ പേര്? എന്ത് ചെയ്യുന്നു? മൈ നെയിം ഈസ് പുഷ്കരൻ.
ഐ ആം വണ്ടറിങ്. Nice man. താങ്ക് യു സർ. Wondering means? അതെ സർ, ഐ ആം വണ്ടറിങ്. സത്യം സാർ, ഒരു പണിയില്ലാതെ തെറ്റിദ്ധരിച്ച് നടക്കാം. You are a healthy man. അതെ സർ. Then why you are not handling കൈക്കോട്ട്? എന്താ സാർ? Means തനിക്ക് കൈക്കോട്ട് എടുത്ത് കളിച്ചൂടെയെന്ന്. കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല, കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല. Nice sir. Nice sir. ആട്ടെ, എന്തൊക്കെ ജോലി അറിയാം? പീസ് വർക്ക് അറിയാം സാർ. പീസ് വർക്കേ? You mean tailoring? Pockets and other things in a dress? UK പോകുന്നതിന് മുമ്പ് I was also a tailor. എന്ന് വെച്ചാ സാർ? ഓ, തുന്നൽക്കാരൻ. തയ്യക്കാരനായിരുന്നു. കണ്ടാൽ എന്തോ പവർ. Are you a tailor? അറിയില്ല സാർ ടൈലർ. You ആണോ? You are a tailor? അല്ല സാർ, ഞാൻ ഈ നമ്മളെ പീസ് വർക്ക് ഉദ്ദേശിച്ചത് വല്ലവന്റെ കൈയും കാലും വെട്ടുക എന്നാണ് ഉദ്ദേശിച്ചത്. ഞാനൊരു പ്രൊഫഷണൽ ഗുണ്ടയാണ് സാർ. അതെ. ഗുണ്ട? യാ സാറേ, അങ്ങ് ലണ്ടനിലൊന്നും കാണാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം ഐറ്റമാണ് ഈ ഗുണ്ട. ഈ ഗുണ്ട എന്ന് വെച്ചാൽ ഒരു സാറ് എനിക്കൊരു 1,00,000 രൂപ തന്ന സാറ് പറയുന്ന ഏവന്റെ കയ്യോ കാലോ വെട്ടി ഞാൻ കൊണ്ട് തരും. ഈ ലണ്ടനിലെ പ്രധാനമന്ത്രി ഇല്ലേ, അയാളെ കൈ ഞാൻ വെട്ടും. ആ പ്രധാനമന്ത്രിയുടെ പേരെന്താ? ആ നാളെ ഞാൻ വെട്ടും. അല്ലാതെ വേറൊരാൾ എനിക്ക് 1,00,000 രൂപ തന്ന ഞാൻ സാറിന്റെ കൈയും കാലും വെട്ടും. ഓ മൈ ഗോഡ്, യു ആർ എ പ്രൊഫഷണൽ കില്ലർ. Yes, I am a professional killer, just like in നാടോടി കാട്ടി ഫിലിം. Sorry, you get out. ഇതെന്നെ വർത്താനം സാർ? വീട്ടിൽ വന്ന ഒരാളെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന വളരെ മോശമല്ലേ സാറേ? കടന്നുപോടൂ. എനിക്ക് തന്റെ ഒരു സഹായവും വേണ്ട. ഓക്കെ, അല്ല സാർ ഇവിടെ ടൂറിന് പോണെന്ന് കേട്ടല്ലോ, ഉള്ളതാണോ? അതെ. അല്ല, അത് താനെങ്ങനെ അറിഞ്ഞു? ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അയ്യാ, ബെസ്റ്റ് ഐഡിയ. എന്റെ സാറേ, ഇങ്ങനത്തെ കാര്യങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയോ? പിന്നെന്താ, ഇവിടുത്തെ പോലീസുകാര് വളരെ നല്ല ആൾക്കാരാ. ദേ, CI ഇപ്പോഴിവിടെ വന്നിട്ട് എന്നിട്ട് ഇവിടുത്തെ വിലപിടിപ്പുള്ള മുഴുവൻ വസ്തുക്കളുടെയും ലിസ്റ്റും കൊണ്ടാ പോയത്. ആണോ? എങ്കിലുറപ്പായി ഇതൊക്കെ വേറെ കള്ളന്മാരെ കൊണ്ട് മുഴുവനും അടിച്ചു മാറ്റും. ഈ പൊട്ടന്റെ കാര്യം കട്ടപ്പോക. എന്തോടെ ആലോചിക്കുന്നേ? പ്ലീസ് ഗെറ്റ് ഔട്ട്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. സാറ് UK പോയി മഞ്ഞൊക്കെ കൊണ്ടുണ്ടാക്കിയ കാശായോണ്ട് ഞാൻ പറയാ. സാറ് കാണിച്ചത് വളരെ മണ്ടത്തരായി പോയി. എന്ത് മണ്ടത്തരം? എന്റെ സാറേ, സാറിന് ആ CI ഷിജു ഡാനിയൽ സാറിന് ശരിക്കും സാറിന് അറിയാൻ പാടില്ല എന്നിട്ടാണ് സാറേ. ഞാനൊരു കള്ളനാണെങ്കിൽ അങ്ങേരൊരു പെരുങ്കള്ളനാണ്, പെരുങ്കള്ളൻ. സാറേ, ചുമ്മാ 2 ആഴ്ച വീട് പൂട്ടി പോകുന്നെന്ന് സാറ് സ്റ്റേഷനിൽ ചെന്ന് അറിയിച്ചതിന്റെ പേരിൽ അങ്ങേര് ഈ വീട്ടിൽ വന്ന് എന്തൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടെന്ന് അന്വേഷിച്ചിട്ട് പോയില്ലേ? സാർ അപ്പോഴും തന്നെ മനസ്സിലാക്കണം. You mean CI is a fraud? Yes, I am a fraud. അല്ല സാർ, but also you, ഷിജു, അങ്ങേര് big fraud. You king of fraud. അപ്പോ അങ്ങേരൊക്കെ അടിച്ചു മാറ്റുമോ? സാറ് പേടിക്കണ്ട, ഞാൻ ഈ വീട്ടിന്റെ പരിസരം മുഴുവനും ശ്രദ്ധിച്ചോളാം. ബട്ട് കാശ് വേണം. ഞാൻ ഇവിടെ മുഴുവനും കാവല് നിൽക്കാം. നോ, എനിക്ക് ഒരുത്തന്റെയും സഹായം വേണ്ട. എനിക്ക് CCTV ഈ പറഞ്ഞ ആൾക്ക് കൊടുക്കുന്നതിന്റെ പകുതി ശമ്പളം എനിക്ക് തന്നാൽ മതി. ഞാൻ പൊന്നുപോലെ വീട് നോക്കിക്കോളാം സാർ. ആർക്ക്? സാർ ഇപ്പൊ പറഞ്ഞ ആള്. എടോ, അത് ആളല്ല, പിന്നെ CCTV ക്യാമറ. അവന്റെ അമ്മേരൊരു CCTV കൊള്ള തെണ്ടി. സ്വന്തം അനുഭവത്തിൽ നമ്മൾ പഠിച്ചോളും. താനെന്തോട് പറഞ്ഞു? അല്ല സാറേ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. കേട്ടാ, അനുഭവിക്കും, നോക്കോ. ഇവൻ ഈ പറഞ്ഞതിനകത്ത് വല്ല സത്യം ഉണ്ടോ? കണ്ട കള്ളന്മാരെയൊക്കെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വന്നിരിക്കോ? എടി, അവന്മാരുള്ളത് കൊണ്ട് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നു. എടി, കള്ളന്മാരാണേലും അവര് നമ്മളുടെ അതിഥികളല്ലേടി. നീ 2 കട്ടണിങ് എടുത്ത്. അയ്യടാ കട്ടൻ, 5 മിനിറ്റ് ഞാൻ സമയം തരും. അതിനുള്ളിൽ ആ തെണ്ടികളെ ഓടിച്ചില്ലെങ്കിൽ ചൂല് കൊണ്ട് ഞാൻ അടിച്ചിറക്കും. അയ്യോ, നീ ഒന്നും പതുക്കെ പറ, ഞാൻ പറഞ്ഞു വിട്ടോളാം. പറഞ്ഞു വിട്ട നിങ്ങൾക്ക് കൊള്ളാം. സാറ് പലതും പറയും, നമ്മൾ പെട്ടുപോകാതിരിക്കാൻ നോക്കണം. പീഡിച്ചാൽ എന്താടാ, നമ്മുടെ പിള്ളേരൊക്കെ തറവാട്ടിലുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, വീട്ടിലിരിക്കുന്ന സ്ഥലവും ലൊക്കേഷനും ഒക്കെ. പക്ഷെ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ വേണം അടിച്ചോണ്ട് വരാൻ. സാറേ, പ്രശ്നമായി കഴിഞ്ഞാൽ സാറ് രക്ഷിക്കണം.
അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ധൈര്യമായിട്ട് പോണം. സാറേ ഇത്തിരി റിസ്ക് ഉള്ള പരിപാടിയാ. ലോറിയൊക്കെ റെഡിയാക്കി വെക്കണം. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാനുള്ളതാ. ഒക്കെ റെഡി ആയിരിക്കും. നിങ്ങൾ പോയി അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാൽ മാത്രം മതി. ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ. ദിനേശേട്ടാ, ദിനേശേട്ടാ, ഈ ഡ്രസ് കൊള്ളാവോ? കൊള്ളാം, വെരി ഗുഡ്, അസലായിട്ടുണ്ട്. നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ല, ചേട്ടനൊന്നും നോക്ക പോലും ചെയ്യാതെ ചുമ്മാ എങ്ങനെയൊക്കെ പറയുന്നേ? ഇടി, നീ പ്രതീക്ഷിക്കുന്ന വാക്കുകളാ ഞാൻ ഈ പറഞ്ഞത്. അതിന് നിന്റെ ഡ്രസ്സ് നോക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? എന്നാ ഞാൻ മിണ്ടൂല. കൊറേ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നോട് ഒരു ഇഷ്ടവുമില്ല. എന്റെ പൊന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ബ്യൂട്ടിഫുൾ. ചേട്ടന് ഇഷ്ടാണെങ്കിലേ ഇഷ്ടാന്ന് പറയൂ. അതെനിക്കറിയാം. ഹലോ, ആ പറയൂ. അയ്യോ, ആണോ? ഞാനിതാ വന്നു കഴിഞ്ഞു. അയ്യോ, ഇതെവിടെ പോവാ? ഇടി, ഒരു UK കാരന്റെ വീട്ടിൽ കള്ളം കയറിയിരുന്നു. ഞങ്ങളെ വീട് നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതാ. അണക്കേടായി. ഉടനെ പോയി നോക്കട്ടെ എന്ത് പറ്റിയെന്ന്. മണ്ടൻ, ആരെങ്കിലും കള്ളനെ കാവലേൽപ്പിക്കോ? കേരള പോലീസാ, കളി വേണ്ടാട്ടാ. അല്ല, നിങ്ങളല്ലേ ടൂർ പോയത്? ഞാൻ ടൂറിന് പോയിരുന്നെങ്കിലേ എന്റെ വീടിന്റെ പൊടി പോലും കാണത്തില്ലായിരുന്നു. ഭാഗ്യത്തിന് എന്റെ ഫ്ലൈറ്റ് ക്യാൻസലായി. സോറി സാർ, സോറി. എന്ത് സോറി? ഇംഗ്ലീഷിലെ. ഞാൻ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ട് എന്താ കാര്യം? പോലീസ് തിരിഞ്ഞു നോക്കിയോ? അല്ല സാറേ, ഞങ്ങള് നൈറ്റ് പെട്രോളിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണോന്ന്. എന്നിട്ടാണോ ഇവിടെ കള്ളന്മാർ കയറിയത്? എന്തൊക്കെ നഷ്ടപ്പെട്ടു സാർ? ഒന്നും നഷ്ടപ്പെട്ടില്ല. കാരണം അപ്പൊ തന്നെ ഞാൻ ആ കള്ളന്മാരെ CCTVയിലൂടെ കണ്ടു. അവന്മാരെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് എവിടെ ആ കള്ളന്മാർ? ദേ നിൽക്കുന്നു കള്ളന്മാര്. അയ്യോ, ഇത് നമ്മുടെ കൊച്ചാപ്പും മമ്മൂ അല്ലേ? വിളിച്ചോണ്ട് പോടോ, നിന്ന് വാദ പഠിക്കാതെ. സാറേ, നമുക്ക് ആ CI സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? CI സാറിനെ SP വിളിച്ചോളും. ആ എടോ, ഞാൻ CCTV വിഷ്വൽസ് മുഴുവൻ SP-ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ടൂറിന് പോകുന്ന കാര്യം സ്റ്റേഷനിൽ പറഞ്ഞ അന്ന് ആ CI എന്റെ വീട് അന്വേഷിച്ച് വന്നപ്പോഴേ എനിക്ക് സംശയമായിരുന്നു. എന്തോന്ന് സംശയം? എടോ, ഈ കള്ളന്മാരെ കൊണ്ട് ഇത് ചെയ്യിച്ചതൊക്കെ തന്റെ CI-യാ. എന്റെ കയ്യിൽ CCTV വിഷ്വൽസ് ഉണ്ട്. നന്നായി. സത്യമാണോ ഈ പറയുന്നൊക്കെ? CI സാറ് പറഞ്ഞിട്ടാ സാറ് ഞങ്ങളിവിടെ കക്കാൻ വന്നത്. മേലാൽ താൻ എവിടെ ടൂർ പോയാലും ഞങ്ങളുടെ സ്റ്റേഷനിൽ അറിയിച്ചു പോകരുത്.